വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹകരമാണെന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വിശ്വസ്തനാണ്. വചനം നമ്മെ വിടുവിക്കുന്നതാണ്. വചനം നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നതാണ്. ഇന്നത്തെ ഒരു സന്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സൗഖ്യം ദൈവത്തിൻ്റെ ഹിതമാണോ? എന്താണ് ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ടൊരു മെസ്സേജുമായിട്ട് വരുന്നതിൻ്റെ കാരണം? നമുക്കെല്ലാം അറിയാം, നാം നിത്യത കാത്തിരിക്കുന്നവരാണ്. നാം എന്ന് പറയുമ്പോൾ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തികൾ തീർച്ചയായിട്ടും അവർ ഈ ലോകത്തിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് നിത്യമായ ഒരു രാജ്യമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ പൗരത്വം ഇവിടെ അല്ല, സ്വർഗത്തിലാണ്. എന്നാൽ ഇവിടെ എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതേക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ശിഷ്യന്മാർ പറയുന്നു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്തോ പറയുന്നത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണേ ഇങ്ങനെ പറയാം, നമ്മുടെ രണ്ട് കാലുകൾ, ഒരു കാലം കൊണ്ട് നമുക്ക് സുഗമമായിട്ട് നടക്കാനൊക്കത്തില്ല. രണ്ട് കാലാണ് സ്വർഗവും, വേണേ ഇങ്ങനെ പറയാം ഭൂമിയും. വചനം തന്നെ പറയുന്നുണ്ടല്ലോ, അവൻ്റെ പാദപീഠമാണ് ഭൂമി. അപ്പം ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്, ദൈവത്തിന് പ്രത്യേക ഒരു പർപ്പസ് ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം കർത്താവിന് പെട്ടെന്ന് നമ്മളെ ഉയരത്തിലേക്ക് അങ്ങ് വിളിക്കാമായിരുന്നല്ലോ. എന്തിനാ ദൈവം നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ചോദിച്ചാൽ, നാം മനസ്സിലാക്കണം, ഇരുളും വെളിച്ചവുമായി യുദ്ധമുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അവിടെ നാം ഓരോ ദിവസവും ജയകരമായി ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴെല്ലാം ജയിക്കുന്നവനെ ജയിക്കുന്നവനെ ജയിക്കുന്നവന് സ്വർഗത്തിൽ പരാജയമില്ല, അവിടെ ജയം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് പറഞ്ഞത്, ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ അജീവന്റെ വൃക്ഷഫലം തിന്മാൻ. ജയിക്കുക എന്ന് പറഞ്ഞ അനുദിന ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ആമേൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസം തന്നെ. ഞാൻ മുൻപോട്ട് വരട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ഹിതമാണോ നാം സൗഖ്യമായി നടക്കേണ്ടത്? നമുക്ക് ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ ചിന്തിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ പറയുന്നുണ്ട്, ഇഫ് യു ആർ വില്ലിങ് യു ക്യാൻ മേക്ക് മീ ക്ലീൻ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവിൻ്റെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു, യെസ് ഐ ആം വില്ലിങ്, ബി ക്ലെൻസ്ഡ്. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം. കർത്താവിന് വേണേ അവിടെ പറയാമായിരുന്നു, കുഷ്ഠമൊന്നും സാരമില്ല, കാരണം കുഷ്ഠമില്ലേലും നീ മരിക്കേണ്ട ആളാണ്. നീ സ്വർഗം മാത്രം ഫോക്കസ് ചെയ്താൽ മതി, നിത്യത മാത്രം ഫോക്കസ് ചെയ്യാൻ മതി എന്നല്ല കർത്താവ് അവിടെ പറയുന്നത്. കർത്താവ് അവിടെ ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാണ്. കർത്താവ് പറയും, യേസ് എനിക്ക് മനസ്സുണ്ട്. അപ്പം നാം സൗഖ്യത്തിൽ നടക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തൊരു ചോദ്യം, സൗഖ്യമായില്ലെങ്കിലും നാം അത് വിഷയമല്ല, പക്ഷെ സൗഖ്യത്തിൽ നടക്കണമെന്ന് ദൈവം അവിടെ ആഗ്രഹിക്കുന്നു. അടുത്തൊരു വേദഭാഗമാണ്, നമുക്കറിയാം 3 യോഹന്നാൻ അതിൻ്റെ 1-3 ആ ഭാഗങ്ങളിൽ എവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രിയ ഗായോസിന് യോഹന്നാൻ എഴുതുകയാണ്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. ഹല്ലേലൂയ. You may be prosperous, your soul prosperous. ദൈവത്തിൻ്റെ ആഗ്രഹം നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നവർ. നമുക്കറിയാം, ആത്മാവിൽ നാം പെർഫെക്റ്റ് ആണ്. യേശു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വലതുഭാഗത്ത് നമ്മെ ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ശരീരവും ഈ ഭൂമിയിൽ ആരോഗ്യപരമായി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്ന, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ, സൗണ്ട് മൈൻഡ്, സ്പിരിറ്റ് ഓഫ് സൗണ്ട് മൈൻഡ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പം ശരീരം നമ്മുടെ മണ്ണിന് ഏൽപ്പിക്കപ്പെടേണ്ട ശരീരമാണെങ്കിൽ പോലും കർത്താവ് വരാൻ താമസിച്ചാൽ, നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മുടെ ശരീരം ദ്രവത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെയും നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായതുകൊണ്ട് നാം ആരോഗ്യപരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെ നമുക്ക് വേറൊരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം, സൗഖ്യം മക്കളുടെ അപ്പമാണ്. കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൾ ആദ്യം പറയുന്നു, അവിടെ മകൾ ഭൂതോത്തരമായി കിടക്കുന്നു,
അവൾ ഫോളോ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. ആദ്യം പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യഹൂദന് വേണ്ടിയാ വന്നത്, നീ ജാതിയാണ്, നിനക്ക് തരാൻ എൻ്റെ കയ്യിലില്ല. അവൾ വീണ്ടും ഫോളോ ചെയ്യുമ്പോൾ ആമേൻ, അവൾ വന്ന് കർത്താവിൻ്റെ അടുക്കൽ വീണ്ടും വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മക്കളുടെ അപ്പം, ദ ബ്രെഡ് ഓഫ് ചിൽഡ്രൻ ഷാൽ നോട്ട് ബി കാസ്റ്റ് ഇൻ ടു ദ ലിറ്റിൽ ഡോഗ്സ്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. അവൾ അവിടെയും പിന്മാറാൻ തയ്യാറല്ല. അവൾ പറയുന്നുണ്ട്, യജമാനനെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നു. എൻ്റെ വിഷയം അതല്ല, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങി വരട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന മക്കളുടെ അപ്പം, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം മക്കളെങ്കിൽ അവകാശികളാണ്, പുറത്തുള്ള ഒരാൾക്കല്ല. ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ മക്കൾക്കും, അതായത് യഹൂദനെതിരെ നിഷേധിച്ചപ്പോൾ, യഹൂദന് ഈ ജീവനിലേക്ക് വരാൻ അറച്ചപ്പോൾ, മനസ്സ് വരാതിരുന്നപ്പോൾ, ജാതികളായ നമ്മൾ, യഹൂദനല്ലാത്തവരെല്ലാം ജാതികളാണ്, നാം ഈ സുവിശേഷം സ്വീകരിച്ച്. അതാ കർത്താവ് രാജാവിൻ്റെ മകൻ്റെ കല്യാണ ഉപമയിൽ വിളിച്ചവർ വന്നില്ല, വഴിത്തലയ്ക്കൽ, അങ്ങനെ പറയുന്ന ഭാഗങ്ങളെല്ലാം വിവാഹ വസ്ത്രം റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ നീതിയുടെ വസ്ത്രമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അവിടെയും എഴുതിയിരിക്കുന്ന മക്കളുടെ അപ്പം എന്നാണ്. മക്കളുടെ അപ്പം. ഇത് ദയനീയകരമായിട്ട് ദുഃഖത്തോടെ പറയട്ടെ, മക്കളായവർ ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യുകയാണ്. ഈ അപ്പത്തെ, ഈ സൗഖ്യമാകുന്ന ഈ വിടുതലിനെ അവർ അവഗണിക്കുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നാം സൗഖ്യത്തിൽ നടക്കണം. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്ത ഭാഗത്ത് നമുക്കറിയാം, കൈവരണ്ട മനുഷ്യൻ. ഇതൊക്കെ ഒത്തിരി മണിക്കൂറുകൾ വിവരിക്കേണ്ട ഭാഗമാണ്. ഞാൻ ഒരു വെളിപ്പാട് തരാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആ വരണ്ട കൈയുള്ള മനുഷ്യനെ ശബത്തിൽ സൗഖ്യമാക്കുമ്പോൾ നമുക്കറിയാം, അവിടെ നിന്നവരെല്ലാം ഇവൻ ശബത്തിലാവുന്നത് ചെയ്യുന്ന വചനം പറഞ്ഞ കർത്താവ് കോപത്തോടെ അവരെ നോക്കി. അവരുടെ ദുഷ്ടതയെ കർത്താവ് കണ്ടു, ഹൃദയ കാഠിന്യത്തെ കണ്ടു. കർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കഴുതയോ പശുവോ മൃഗങ്ങളോ കിണറ്റിൽ വീണാൽ, കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ എഴുന്നേൽപ്പിക്കത്തില്ലേ? അതിന് വെള്ളം കൊടുക്കത്തില്ലേ? അവന്റെ ചോരയാൽ, അവന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട മക്കളുടെ അവകാശമാണ് സൗഖ്യം. അതുകൊണ്ടാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, he took our infirmities and sickness in body so that we may be healed. അതായത് അവൻ നമ്മുടെ വേദനകളും നമ്മുടെ എല്ലാ വ്യാധികളും അവൻ ചുമന്നെന്ന് എഴുതിയിരിക്കുന്നു. അവിടെ യെശയ്യാവ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സാക്ഷാൽ രോഗം എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയാം, അത് പാപം തന്നെയാണെന്ന് കൈകാര്യം ചെയ്തേ മതിയാവും. ഞാൻ ഈ സൗഖ്യത്തെക്കുറിച്ച് പറയുന്നത് ഒരു സാധാരണക്കാർക്ക് വേണ്ടിയല്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവുമായി ഉടമ്പടി ചെയ്ത ഒരു ദൈവവചനോടാണ് പറയുന്നത്. അവൻ്റെ സൗഖ്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 4:20, 21, 22 ഭാഗങ്ങളിൽ, മകനെ എൻ്റെ മൊഴികൾക്ക് ചെവി തരിക, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക, അവയെ കിട്ടുന്നവർക്ക് ജീവനും സർവ്വദേഹത്തിനും സൗഖ്യമാണ്. ഇറ്റ് ഈസ് എ ഹീലിംഗ് ഓഫ് their whole body. Pay attention my word, keep it midst of your hearts, do not depart out of your mouth, keep it midst of your hearts. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ അവിടെയും പറയുന്ന വചനത്തിന് സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. നന്ദി, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് നന്ദി പറയാം. നന്ദിയോടെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നു, അവന്റെ പാദപീഠങ്ങളിൽ രോഗികളെ കൊണ്ടുവന്നു, അവന്റെ പാദപീഠങ്ങളിൽ ബന്ധിതരെ കൊണ്ടുവന്നു, പലവിധ വ്യാധികളാൽ, നാനാ വ്യാധികളാൽ, ബാധകളാൽ വലഞ്ഞവരെ അവന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. അവനവരെ സൗഖ്യമാക്കി. എന്തിനാ സൗഖ്യമാക്കി? അതിന്റെ പർപ്പസ് അവർ എഴുതിയിട്ടുണ്ട്. വചനം എഴുതിയിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞ തിരുവെഴുത്ത് നിവൃത്തിയാകാൻ. എന്തുവാ? സാക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. നാം വിചാരിച്ചു ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു. അല്ല, നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു പിരിക്കുന്നു. നമ്മുടെ സമാധാന ശിക്ഷ അവന്റെ മേലായി. ബൈ സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവന്റെ അടിപ്പിണരുകളാൽ. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, അവന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്നവരെ അവൻ സൗഖ്യമാക്കി. ഇവിടെയെല്ലാം കർത്താവിന്റെ ഹൃദയത്തെ നാം കാണുന്ന പുരുഷാരത്തെ കണ്ട് വചനം പറയുന്ന അവൻ മനസ്സലിഞ്ഞു. തകർന്നവരെ കണ്ടവൻ മനസ്സലിഞ്ഞു. അപ്പൊ നീ ഏതെങ്കിലും രോഗ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്,
ഇന്ന് ഈ ദൈവവചന കേൾവി നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണ് നിങ്ങളുടെ സൗഖ്യം. എൻ്റെ ബ്രദർ അല്ലേ പാസ്റ്റർ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് ഞാൻ സൗഖ്യമാകുന്നില്ല, എൻ്റെ ആഗ്രഹം സൗഖ്യമാകണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കും. ഇനി ഇല്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് ദൈവസന്നിധിയുടെ നല്ല മനസാക്ഷി, ദൈവമേ ഞാനത് പ്രാർത്ഥിച്ചതാ. നമുക്കറിയാം എല്ലാ ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നില്ല, എല്ലാവരും വിടുവിക്കപ്പെടുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതത്തിൽ പലരും, എൻ്റെ സഭയിൽ ക്യാൻസർ രോഗി സൗഖ്യമായിട്ടുണ്ട്, കിടന്ന ബെഡ്രിഡൻ എഴുന്നേറ്റിട്ടുണ്ട്. എല്ലാവരും എഴുന്നേൽക്കും എനിക്കറിയത്തില്ല. 10 പേരെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും സൗഖ്യമാവും അറിയത്തില്ല. ലോകപ്രശസ്തമായി ദൈവം കർത്താവ് ശക്തിയോട് ഉപയോഗിക്കുന്ന രോഗശാന്തി ശുശ്രൂഷ എന്നൊരു ദൈവദാസൻ പറഞ്ഞു, 10 പേരെ വീൽചെയറിൽ കൊണ്ടുപോകും, 5 പേര് എഴുന്നേൽക്കുന്നു. 5 പേരുടെ കാര്യം എനിക്കറിയത്തില്ല. ഐ ആം നോട്ട് എ ഹീലർ. ഞാനല്ല സൗഖ്യദായകൻ. ദൈവമായി ഇത് ചെയ്യുന്ന വ്യക്തികളിലല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇത് മുകളിൽ നിന്നാണ്. നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന കറണ്ട് ലൈറ്റ് അവിടെ അല്ലാതെ, അവിടെ നമ്മൾ സ്വിച്ച് ഇടുന്നേ ഉള്ളൂ. ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന മെയിൻ ലൈനുമായിട്ടാണ്. അപ്പം സ്വർഗവുമായി ശരിയായ ബന്ധമുണ്ടെങ്കിൽ ഈ സൗഖ്യം വർക്ക് ചെയ്തിരിക്കും. ഞാൻ ഊന്നി പറയുന്നു, ദൈവത്തിൻ്റെ ആ ദാനത്തെ നിങ്ങൾ നിഷേധിക്കരുത്. ദൈവത്തിൻ്റെ ദാനത്തെ നിങ്ങൾ നിഷേധിക്കുമ്പോൾ, ഇതിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ, അങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ കളിപ്പീരാണ്, അങ്ങനൊന്നും സൗഖ്യം നടക്കത്തില്ല, ഇപ്പം അതെല്ലാം നിന്നുപോയെന്ന് പറയുമ്പോൾ, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ, അന്നേരം നിങ്ങൾ എത്ര അയ്യം വിളിച്ചാലും നിലവിളിച്ചാലും അവിടെ ഒരു ഫേവർ വെളിപ്പെടത്തില്ല. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നവർ, പെട്ടെന്നൊരു സർജറി, പെട്ടെന്നൊരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ സഭ അല്ലെങ്കിൽ ആ ദൈവദാസന് വേണ്ടി അവരൊക്കെ ചെയ്യുമ്പോൾ ആ മരുന്ന് പിടിക്കുന്നില്ലെന്ന് പറയുന്ന പോലെ പ്രാർത്ഥന അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാണുന്നില്ല. കാരണം നാം വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത്. ജഡത്തിൽ വിതച്ചാൽ, വചനം വ്യക്തമായി പറയുന്നു, ജഡത്തിൽ വിതച്ചാൽ നാം നാശം കൊയ്യും. ആത്മാവിലുള്ള വിതയാണ് വിശ്വാസന്റെ വാക്കുകൾ. അങ്ങനെ സൗഖ്യമുണ്ടെങ്കിൽ, അവൻ്റെ വചനത്തിനകത്ത് അങ്ങനെ സൗഖ്യമുണ്ടെങ്കിൽ, ഇന്നും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ, പത്രോസ് പറയുന്നു, അവനെ ഇറക്കാൻ സ്വർഗത്തിൽ നിങ്ങൾ കയറണ്ട, പാതാളത്തിൽ ഇറങ്ങണ്ട, വചനം നിന്റെ സമീപേ, നിന്റെ വായിലും. യേസ്, അതാണ് ഞങ്ങൾ പ്രസംഗിച്ച വിശ്വാസ വചനം. ഇതാ മെസ്സേജ് ഓഫ് ദ ഫെയ്ത്ത്. ഹാലലൂയ, വിശ്വാസത്തിൻ്റെ സന്ദേശം. ഇന്ന് പകലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊരു വിശ്വാസം നിറയുകയാണ്. സൗഖ്യത്തിൻ്റെ ഒരു ആത്മാവ് നിങ്ങളെ സ്പർശിക്കുകയാണ്. നിങ്ങളിത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് സത്യമാണ്. ആ കുഷ്ഠരോഗിയോട് കർത്താവിന് വേണേ പറയാമായിരുന്നു, നീ അതൊന്നും ആഗ്രഹിക്കേണ്ട, സാരമില്ല, ഇത് ശാപത്തിൽ നിനക്ക് വന്നതാണ്, ഇതൊക്കെ മാറാൻ സമയമെടുക്കും. 10 കുഷ്ഠരോഗികൾ യേശു നായക സൗഖ്യമാക്കണേ എന്ന് പറയുമ്പോഴും, കർത്താവ് പുരോഹിതന് പോയി നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറയുമ്പോഴും 10 പേരോട് സാരമില്ല എന്നല്ല കർത്താവ് പറഞ്ഞ്. ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ ഊന്നി പറയുന്നു, കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് നാം സൗഖ്യത്തിൽ നടക്കണം. അതാണ് യോഹന്നാൻ ഗായോസിന് എഴുതുന്ന വെറും ഒരു ലേഖനമായിട്ടല്ല, അങ്ങനെ ആയിരിക്കണമെന്ന്. നാം സന്തോഷമായിരിക്കണം. ഈ ഭൂമിയിൽ ദൈവം കഷ്ടതയുണ്ടോ? കർത്താവിന് ലോകത്തിൽ കഷ്ടതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം, ഇത് ദൈവത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ല. രോഗങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങളൊന്നും ദൈവത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ല. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 10:10 മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ ശത്രു വരുമ്പോൾ, ഐ കെയിം യു മേ ഹാവ് ലൈഫ് ആസ് അബണ്ടൻറ്റ്ലി, ഞാൻ വന്നത് ജീവനെ തരാൻ, സമൃദ്ധമായ ജീവൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മ നന്ദി പറയുന്നു. കർത്താവ് ആ കുഷ്ഠമുള്ള ഭാഗത്തേക്ക് അവനെ സ്പർശിക്കുകയാണ്. യെസ്, ഐ ആം വില്ലിങ്. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവഹിതമാണോ? പലരും പറയും, അയ്യോ എനിക്ക് ദൈവം തന്ന രോഗം. ഒരിക്കലും ദൈവം തരുന്നതല്ല. അതിന് തെളിയിക്കാൻ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലെന്ന് വേദോസം പറഞ്ഞിരിക്കുന്നു. എന്നാൽ പലർക്കും രോഗം വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസിന് ആ ശൂലം മാറാൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ പറയുന്നതിൻ്റെ കൃപ മതി എന്ന് പറയുകയാണ്. അതിനെ ജയിക്കാനുള്ള കൃപ അവിടെ പറയുന്നുണ്ട്. പലർക്കും രോഗങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം ചികിത്സകൾ നിശ്ചയിക്കുന്നുണ്ട്. തിപ്പഴക്കട്ട നമുക്കറിയാം, യെശയ്യാവ് പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും അവിടെ വേദപുസ്തകം തന്നെ അതിന് സൗഖ്യത്തിൻ്റെ ആ നിർണയം അവിടെ പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം നാം വിടുതലിലായിരിക്കണമെന്ന്. ഞാൻ ഇതോടുകൂടി ചേർത്തൊരു സന്ദേശം പറയുക. 100 വയസ്സുള്ളൊരു വ്യക്തിയാണല്ലോ താൻ, എല്ലാത്തിലും ആരോഗ്യപരമായി എല്ലാത്തിലും അയാൾ സമ്പന്നനാണെങ്കിലും അയാൾ യേശുവില്ലെങ്കിൽ നിന്റെ സൗഖ്യമോ നിന്റെ സമാധാനമോ നിന്റെ ആരോഗ്യമോ വിഷയമല്ല. പക്ഷെ ദൈവവൈതലിന് വേണ്ടിയുള്ള സന്ദേശമാണ് ഞാൻ പറയുന്നു. കർത്താവുമായി ഉടമ്പടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഉടമ്പടിയിലാണെങ്കിൽ, അത് മക്കളുടെ അവകാശമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് എന്ന വെളിപ്പാടാണ്. മക്കളുടെ അപ്പമാണ്.
ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്നൊന്നുമല്ല, ട്രീറ്റ്മെൻ്റ് എല്ലാം ദൈവഹിതമാണ്, മെഡിക്കൽ സയൻസ് എല്ലാം, അല്ലെങ്കിൽ ധാരാളം പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ. പക്ഷെ അതെല്ലാം നാം ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കാം. ഒരാൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശത്തിൽ പറഞ്ഞ പോലെ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നാൽ അതേപോലെ തന്നെ പറഞ്ഞ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മരുന്ന് എടുക്കേണ്ടവർക്ക് മരുന്നെടുക്കാം, ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ വേണ്ട എൻ്റെ വചനം എന്നെ സൗഖ്യമാകുന്ന ഒരാൾ വിശ്വസിച്ചാൽ അവിടെയും ദൈവം പ്രവർത്തിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള സന്ദേശം, സൗഖ്യം ദൈവത്തിൻ്റെ ഹിതമാണ്. ഇതിനെ നിഗ്ലക്റ്റ് ചെയ്താൽ ദൈവത്തിൻ്റെ ആ ഒരു ഫേവർ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. കാരണം ഒരു പക്ഷിക്ക് 2 ചിറകുള്ളതുപോലെയാണ് ദൈവവചനത്തെ ദൈവം ഉറപ്പിക്കുന്നത് അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. The sign accompany by those who believe in him, believe in me. എന്നിട്ടാ പറയുന്നത് ആമേൻ, അത്ഭുതങ്ങൾ നടക്കും. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളുടെ മേൽ കരം വെച്ചാൽ അവർ സൗഖ്യമാവും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഇതെല്ലാം പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്ന ഒരു ഭാഗം താഴെ എഴുതിയിരിക്കുകയാണ്. അവർ പറഞ്ഞ വചനത്തെ അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ച്. അപ്പോൾ ഒരു ചിറകുകൊണ്ട് പക്ഷിക്ക് പറക്കാൻ കഴിയത്തില്ല. നാം പറയുന്ന വചനത്തെ പ്രൂവ് ചെയ്യാൻ ഭൂമിയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സാരമില്ല, നമ്മുടെ ദൈവം സ്വർഗത്തിൽ മാത്രം ഒരിക്കലെന്ന് പറഞ്ഞാൽ വിടാനൊക്കത്തില്ല. വരുന്നവരെ നാം പ്രാർത്ഥിക്കുക, സൗഖ്യമായില്ലയോ നമ്മുടെ വിഷയമല്ല, നോ മാറ്റർ, അത് ദൈവവുമായിട്ടുള്ള ബിലോങ്സ് ടു ഹിം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം, സൗഖ്യം നടക്കും. ഇന്നും അവൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക. ഫിലിപ്പോസ് ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങളെയും അവർ കാണുകയാലും കേൾക്കയാലും they were seeing and they were hearing. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ സഭകളിൽ, പ്രത്യേകിച്ച് കൺവെൻഷൻ ക്രൂസൈഡ് യോഗങ്ങളിൽ കേൾക്കാൻ മാത്രമേ ഉള്ളൂ, കാണാനൊന്നുമില്ല. പൗലോസ് പറഞ്ഞ എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രദർശനം. അതാണ് ഒരു മജീഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ താൻ വെറുതെ കാര്യങ്ങൾ പറയുമല്ല, താൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണ്. താൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ്, കരിയർ എന്താണെന്ന് ആക്ടേഴ്സ് അവരുടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. അതുപോലെ ദൈവദാസന്മാർ, ദൈവിക ശുശ്രൂഷകൾ ദൈവരാജ്യം എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യരുത്. വചനം പറയുന്നു, അവർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ധാരാളം പേര് അവൻ്റെ ഇടയിലേക്ക് ചേർന്ന് വന്നു, ധാരാളം പേര് വിശ്വസിച്ചു, ധാരാളം പേര് അത് കണ്ട് വലിയൊരു പുരുഷാരം അവനെ പിന്തുടർന്നു എന്ന് കണ്ട് സൗഖ്യം വേണ്ടവർക്ക് വന്ന് സൗഖ്യം കൊടുത്തവരെ വിടുകയല്ല. ഈ ദൈവരാജ്യത്തിലുള്ള ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രദർശനങ്ങളും മുഴുവൻ നിത്യതയിലേക്ക് ആഹ്വാനം ചെയ്യുന്നതാണ്. നിത്യതയിലേക്ക്, വെളിച്ചത്തിലേക്ക് ജനങ്ങളെ വിളിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ആ പാരലൈസ് ഉള്ള മനുഷ്യനോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, മകനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു ബ്ലാസ്ഫമി, ദൈവദൂഷണം. അവരെല്ലാം അതിനെതിരെ പറയുമ്പോൾ കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, that you may know the Son of Man has an authority over the sickness and over the sin to be forgiven. അത് ക്ഷമിക്കാൻ, വിട്ടയക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളുടെ ഏത് ചിന്താഗതിയാണ്, ഏത് അനുഭവ അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആമേൻ, അവൻ്റെ കൃതമാണ് സൗഖ്യം. നാം അത് ആഗ്രഹിക്കണം. വിശ്വാസൻ്റെ വാക്കുകൾ നാം പറയണം. നമ്മുടെ അവസ്ഥകളെ നാം വിളിച്ചു പറയരുത്. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ആമേൻ. അതുകൊണ്ടാണ് 92-ാം ആ ഭാഗത്ത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ അവർ തഴയ്ക്കും, ഒരു വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും, പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചിരിക്കും. ഹല്ലേലൂയ. Those who planted the house of the Lord, they will flourish. Even the courts of God, they will flourish. Hallelujah. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ അവർ തഴയ്ക്കും, വാർദ്ധക്യത്തിൽ, even old age they bear fruits. Old age. അതാണ് കാലേബ് പറഞ്ഞത്, 40 വയസ്സിൽ ഇറങ്ങിയതാ, അതേ ആരോഗ്യം എനിക്കുണ്ട്. മോശയുടെ കണ്ണ് മങ്ങിയില്ല, അവൻ്റെ ദേഹം ക്ഷയിച്ചില്ല. തിരുവെഴുത്ത ദൈവവചനമാണ്. അവൻ്റെ കണ്ണ് മങ്ങിയില്ല, അവൻ്റെ ദേഹം ക്ഷയിച്ചില്ല. അതേ കർത്താവ്
ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ആത്മാവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ്, വിടുവിക്കുന്ന ആത്മാവ്, സൗഖ്യമാക്കുന്ന ആത്മാവ്, അവസ്ഥകളെ മാറ്റുന്ന ആത്മാവ് കേൾക്കുന്ന ജീവിതങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞെങ്കിൽ, ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കളിപ്പേരാണെന്ന് നീ പറഞ്ഞെങ്കിൽ, നീ അതിലൂടെയൊക്കെ കടന്നു. പലരും എനിക്കറിയാം അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാനില്ല, കണ്ണുനീര് മാത്രമേ ഉള്ളൂ, കണ്ണ് നിറഞ്ഞൊഴുക. അപ്പോൾ അവിടെ ഒരു അനുതാപം വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സൗഖ്യമുണ്ടെങ്കിൽ കർത്താവെ ഞാനത് വിശ്വസിക്കുന്നു, നിനക്ക് എന്നെ സൗഖ്യമാക്കുന്ന അവസ്ഥകളെ മാറ്റാൻ കഴിയും. ആ കുഷ്ഠരോഗിയോട് കർത്താവിന് വേണേൽ പറഞ്ഞു വിടാൻ മാറ്റും. സാരമില്ല, നിത്യതയിൽ നമുക്ക് കാണാം, അതിരുന്നോട്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അവിടെ ആമേൻ. ഇന്ന് ദൈവസഭ തിരിച്ചറിയണം. നമുക്കറിയാം ഭൂമിയിൽ കഷ്ടതയുണ്ട് എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ ക്യാൻസർ ദൈവം തന്ന എന്നെ പഠിപ്പിക്കാനാ, എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വിഷം കുത്തിവെച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിക്കാനും നമ്മൾ പറയുമോ? ദോഷങ്ങളാൽ പരീക്ഷിക്കുമോ നമ്മൾ? എന്നാൽ ഈ ദൈവത്തിൻ്റെ ഹൃദയമാണ് നാം ആയിരിക്കണം. എന്നാൽ സാഹചര്യം കൊണ്ട് രോഗം വരാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളിലൂടെ രോഗം വരാം, നാം കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലൂടെ, അതുപോലെ സാഹചര്യങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചിൽ രോഗം വരാം, അല്ലെ പാരമ്പര്യപരമായ രോഗങ്ങൾ വരാം, സാത്താനിൽ നിന്ന് രോഗങ്ങൾ വരാൻ വേദോസ്യ തെളിവുകളുണ്ട്. കുളക്കറിയിൽ കിടന്ന മനുഷ്യനോട് പറഞ്ഞു, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനിയും പാപം ചെയ്ത്, പാപത്തിൽ നിന്ന് വന്ന രോഗമാണവന്. കുനിയായ സ്ത്രീയോട് കർത്താവ് പറയുന്നു, പിശാച് ഇത്ര വർഷം, അതായത് 18 നമ്മൾ ബന്ധിച്ചു വെച്ച ഇവളെ, അപ്പോൾ പൈസാന് രോഗമിടാം. പത്രോസിന്റെ അമ്മായിയമ്മയെ രോഗത്തിന്റെ ആത്മാവിനെ ശാസിക്കുകയാണ്. സാധാരണ ഒരു ഫീവർ അല്ലായിരുന്നത്, മനസ്സിലാക്കണം, പ്ലേഗായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം പിശാച് ഇടുന്ന സംഭവങ്ങളുണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് രോഗം വരാം. എനിവേ I can say boldly it is not from God. ദൈവത്തിൽ നല്ലെങ്കിൽ ഇത് റെസിസ്റ്റ് ചെയ്യാൻ സമയം. അതാണ് റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ ഈ പിശാച് നിങ്ങളെ വിട്ടുപോകും, രോഗങ്ങൾ നിങ്ങളെ വിട്ടുപോകും. പൈശാചിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല, ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ഈ വചനം ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിൽ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് വിളിച്ച് പറയുന്നു, ശ്രദ്ധിക്കണമേ. ആമേൻ. ആ കുഷ്ഠരോഗിയോട് കർത്താവ് പറയുന്നത് വെറുതെ ഒന്ന് ചിന്തിച്ചിട്ടല്ല കർത്താവ് പറയുന്നത്. ആ പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ കർത്താവ് വിരൽ കൊണ്ടൊന്ന് വരച്ചൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. പെട്ടെന്ന് അവനെ തൊട്ടിട്ട് പറഞ്ഞു, യെസ്, വില്ലിങ് be cleansed. Immediately his leprosy disappeared. പെട്ടെന്ന് അവൻ്റെ കുഷ്ഠം മാറിപ്പോയെന്നാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. അതേ ദൈവം ഇന്ന് പകൽ നിന്നെ തൊടുകയാണ്. ഒറ്റ കാര്യം, ആയിരിക്കുന്നിടത്ത്, അത് ബ്ലഡിലായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറ, ഹോസ്പിറ്റലായിരിക്കാം, വിഷയമല്ല, അവിടെ ആയിരിക്കുന്നുണ്ട് പറയണം, യെസ് ലോർഡ്, ഐ ബിലീവ് forgive my ignorance, അല്ലെ forgive my കർത്താവേ my sin, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ കരത്തിലെ ശക്തിയുണ്ട്. അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നുഖങ്ങൾ പൊട്ടുന്ന എനിക്ക് ആത്മാവിൽ കാണാം. തിരുവെഴുത്ത് ശക്തിയുള്ളതാ. ഇത് മക്കളുടെ അപ്പമാ. കനാനീസരോട് മക്കളുടെ അപ്പം. അങ്ങനെ നമ്മളെ കൈക്കൊണ്ട് അവിടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. നമ്മൾ ദൈവമക്കളാണെങ്കിൽ മക്കളുടെ അപ്പമാണ് സൗഖ്യം. ആമേൻ. തീർന്നില്ല. ആമേൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ വചനത്തെ ഉറപ്പിച്ചു. അവരെ സൗഖ്യമാക്കുന്ന കണ്ട് അവർ പരീക്ഷന്മാര് വളരെ പരിഭവപ്പെട്ടപ്പോൾ കർത്താവരെ ക്രുദ്ധിച്ച് ദേഷ്യത്തിൽ നോക്കിയെന്നവർ സങ്കടത്തോടും ദുഃഖത്തോടും. ദൈവത്തിന്റെ ഹൃദയമാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഇതിനെ വിലക്കുമ്പോഴും ഇതിനെ ഫോർബിഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ, നിങ്ങൾ ദൈവരാജ്യത്തെയാണ് എതിർക്കുന്നത്, ദൈവത്തെയാണ് എതിർക്കുന്നത്, അവൻ്റെ നന്മകളെയാണ് എതിർക്കുന്നത്. എപ്പോഴൊക്കെ നാം എതിർത്താലും അത് പിന്നെ നമ്മളിലേക്ക് വരാൻ വലിയ പാടാണ്. Whenever you welcome his healing power, it will be manifested in your life. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശ്വാസത്തിന്റെ വാക്കുകൾ ഓരോ ദിവസവും നിങ്ങൾ പറയണം. ഓരോ പ്രഭാതത്തിലും പറയുന്നത്, എനിക്ക് ആരോഗ്യമുണ്ട്, ദൈവം എനിക്ക് അനുഗ്രഹം നൽകിയിരിക്കുക, എനിക്ക് ആരോഗ്യമുണ്ട്, എങ്ങനെ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയും. ഒരു ദൈവദാസൻ പറഞ്ഞതാണ്, D.L. മോഡി, എനിക്ക് ദൈവം ഒരു കുതിരയെ തന്നു, ആ കുതിരയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുത്തില്ല, ആ കുതിര മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ തൻ്റെ യൗവനത്തിൽ താൻ പറഞ്ഞതാണ്, ഞാൻ രോഗിയാകേണ്ട സാഹചര്യം ഞാൻ കെയർ ചെയ്തില്ല. ദൈവമക്കൾ സൂക്ഷിക്കണം. നീ വേദോത്സവം മാത്രം സൂക്ഷിക്കുകയുള്ളൂ. ദൈവം നിനക്ക് തന്ന ശരീരം, നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ. പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, കുടുംബത്തെ പരിപാലിക്കാത്തവൻ. ഉത്തരവാദിത്തങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗം വരാം. ഇനി രോഗം വന്ന് സൗഖ്യമായ കേസുകളുണ്ട്, സൗഖ്യമാകാത്ത കേസുണ്ട്. അപ്പോഴും നമുക്ക് നിത്യത നമ്മുടെ വാതിൽ നമുക്ക് തുറന്നിരിക്കുക. പക്ഷേ ഇവിടെയും നമുക്കൊരു സാക്ഷ്യം പറയാം. രോഗിയായിരുന്നു, കർത്താവിനെ സൗഖ്യമായി. ഞാൻ ബന്ധിതനായിരുന്നു. നമുക്കറിയാം, ആ ഭൂതഗ്രസ്തന്
ആ വസ്ത്രമെല്ലാം ഉപേക്ഷിച്ചവൻ ആ വസ്ത്രം ഇട്ടുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ ചോദിച്ചു, ഞാനിവിടെ വരട്ടെ? കർത്താവിന് വേണ്ട, നീ പോയി ദൈവം നിനക്ക് ചെയ്ത അത്ഭുതങ്ങൾ, നീ ദേശക്കാരും ചർച്ചക്കാരും അവൻ പോയി ക്രൂസൈഡ് നടത്തി. അവനെ ദേശമെല്ലാം വിളിച്ചു പറഞ്ഞു, എന്നെ ഞാൻ എൻ്റെ അവസ്ഥ കണ്ടായിരുന്നു, ഞാനൊരു സാക്ഷ്യം. ഈ സൗഖ്യങ്ങളും വിടുതലുകളും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കാണ്, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനാണ്. നാം മഹത്വം എടുക്കാനല്ല, നാം സൗഖ്യമാരില്ലെങ്കിലും എന്നെ യേശു സൗഖ്യമാക്കിയെന്ന് പറയും. ഇന്നും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ജാതികൾ, യേശുവിനെ അറിയാത്തവർ, ഈ ലോകപ്രകാരമുള്ള മനുഷ്യർ ഈ സ്നേഹത്തിലേക്ക് കരുണയിലേക്ക് വരുവാനിടയാകും. അതാണ് ഫിലിപ്പോസ് ചെയ്തത്. കാണുകയാലും കേൾക്കുകയാലും, കേൾക്കുക മാത്രമല്ല കാണാനെന്ന് ദൈവസഭ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് ദൈവസഭ അത് ചെയ്യുമ്പോൾ അത് പിശാചാണ്, കള്ളത്തരമാണ്, അതൊന്നും ഇല്ല എന്നൊക്കെ നാം പറയുമ്പോൾ നാം ശ്രദ്ധിച്ചോണം, നാം ഇതിനെ എതിർക്കുകയാണ്. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം. വൃക്ഷത്തിൽ ഫലം കണ്ടവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുന്ന ഞാൻ അടുത്തൊരു മെസ്സേജിൽ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും തരത്തിൽ വ്യാധികളാൽ നല്ല തീരുമാനമെടുത്തവർ കണ്ണുനീരോടെ കരമുയർത്തി പറഞ്ഞാട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഇതിനെ എതിർത്തിട്ടുണ്ടവർ, നിങ്ങൾ പറയണം, കർത്താവേ ഞാൻ നിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട അപ്പം, ആ ബ്രെഡ് ഓഫ് ചിൽഡ്രൻ, മക്കൾക്ക് വേണ്ടിയുള്ള അപ്പമാകുന്ന സൗഖ്യം ഞാൻ എതിർത്തെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അല്ല, ഇന്നും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ ശരീരം സൗഖ്യമാകും. കർത്താവിൻ്റെ സമയമുണ്ട്. നമുക്കറിയാം, അന്ന് രക്തസ്രാവമുള്ള സ്ത്രീ തൊങ്ങല്ല തൊട്ടത്. ഇന്ന് തൊങ്ങൽ അവൻ്റെ വചനമാണ്, അവൻ്റെ സാന്നിധ്യമാണ്. അവൻ്റെ തൊങ്ങല് വിശ്വാസത്തോടെ യു ക്യാൻ ടച്ച് ബൈ ഫെയ്ത്ത്. ഇപ്പോൾ തന്നെ സാന്നിധ്യത്തിൻ്റെ അടുത്തുണ്ട്. നീ ആയിരിക്കുന്നതിൻ്റെ മുറിയിൽ കാണുന്നവരുടെ അടുത്ത് തൊട്ടരികിൽ ഈ സാന്നിധ്യമുണ്ട്, ഈ അഭിഷേകമുണ്ട്, ഈ നിറവുണ്ട്. വിശ്വാസത്തോടെ സ്പർശിച്ചാൽ മതി. വിശ്വാസത്തോടെ സ്പർശിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. കാരണം ഈ ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഞാൻ വീണ്ടും പറയുന്നു, സ്വർഗത്തിൽ അവൻ്റെ ആഗ്രഹം, ആ സ്വർഗത്തിൽ ഇപ്പോൾ നിൻ്റെ ഇഷ്ടം ഭൂമിയിലും ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. സ്വർഗത്തിൽ ബന്ധനങ്ങളില്ല, സ്വർഗത്തിൽ രോഗങ്ങളില്ല, പ്രതിസന്ധികളില്ല. അതേപോലെ താൻ ഭൂമിയിലായിരിക്കണം. എന്നാൽ കഷ്ടതയുണ്ടോ? കർത്താവ് പറഞ്ഞു ഉണ്ട്. രോഗങ്ങളുണ്ടോ? ഉണ്ടോ. പ്രതിസന്ധികളുണ്ടോ? ഉണ്ട്. രോഗം വന്നാലും നിത്യതയെ പോകത്തില്ലേ? പോകും. പക്ഷേ നാമും, ഞാൻ അതിനകത്ത് ബെനിഫിറ്റ്സ് ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറയുക, എപ്പോഴൊക്കെ നാം സൗഖ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നാം വചനത്തിന് വേണ്ടി നിൽക്കുകയാണ്. സൗഖ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നാം ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. സൗഖ്യം നടന്നാൽ ദൈവനാമം മഹത്വപ്പെടുകയാണ്. അവിടെ വേറൊരാളുകൂടി കൃപയിലേക്ക് വരാൻ ഇടയാകുകയാണ്. അവിടെയെല്ലാം അതാണ് കർത്താവ് പറയുന്നൊരു വാക്കുകൊണ്ട് എന്നെ പരിശുദ്ധം ഓർമ്മിക്കുന്നു. ലാസർ ദീനമായി കിടക്കുന്ന പറയുന്നൊരു വാക്കാണ്, ഈ ദീനം മരണത്തിനല്ല, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത്. നമുക്കറിയാതെ മരിച്ചുപോയി, പക്ഷെ വീണ്ടും കർത്താവ് ഉയർത്തിയപ്പോൾ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞപ്പോൾ അത് മഹത്വമായി വെളിപ്പെട്ടു വന്നു. ഏത് പ്രശ്നമാണെങ്കിലും, അത് കുഷ്ഠമല്ലേ, അത് ഇച്ചിരി കാഠിന്യമുള്ളതല്ലേ, അത് ഇച്ചിരി കൂടുതലല്ലേ, അമീൻ എന്നല്ല കർത്താവ് പറഞ്ഞേ. വിശ്വസിച്ചാൽ നീ മഹത്വം. ഐ ആം വില്ലിങ്. അപ്പൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞാട്ട്, ദൈവഹൃദയം തിരിച്ചറിഞ്ഞാട്ട് പരിശുദ്ധം എന്ന് പറയുകയാണ്. ദൈവഹിതം നീ തിരിച്ചറി. നീ ആ അവസ്ഥയിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം പുറത്തു വരണം. അവൻ നമ്മെ തള്ളിക്കളയുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല. അവൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്, അവൻ്റെ അഭിഷേകം നമ്മളോട് കൂടെയുണ്ട്. നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ട് ആ സൗഖ്യത്തിൻ്റെ ആത്മാവ്, ആ വിടുതലിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ശരീരാത്മതകളിലേക്ക്, നിങ്ങളുടെ അവസ്ഥകളിലേക്ക് അത് ചലിക്കുകയാണ്. ഓരിക്കല അതുപോലെയുള്ള സ്കിൻ അലർജികൾ അപ്രത്യക്ഷമാകുന്ന പോലെ തന്നെ പെയിനുകൾ, പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിൽ നിന്നുള്ള വേദനകൾ, ജോയിൻസ് പെയിൻ, എത്രയെല്ലാം ടെസ്റ്റുകൾ മാറി ചെയ്തിട്ട് മാറാത്ത വേദനകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. In the mighty name of Jesus, right now I command. പെയിനുകളെല്ലാം പ്രശ്നമാട്ടെ. റിബല റബ ഷാഖാമന. ഉണങ്ങാത്ത മുറിവുകൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു. ഉണങ്ങാത്ത മുറിവുകൾ വീണ്ടും 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 മരുന്ന് വെക്കുക, ഡ്രസ്സ് ചെയ്യുക, മരുന്ന് വെക്കുക, പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു, ഉണങ്ങുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ വ്യക്തിയെ ദൈവം ഈ ചാനലിൽ കൊണ്ടുവരും. ഞാനത് വിശ്വസിക്കുന്നു. കാരണം കർത്താവ് അത് പറഞ്ഞെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം ഇത് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ദൈവം അവിടെ കൊണ്ടുവന്നിരിക്കും. കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടിരിക്കും, കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടിരിക്കും. ഈ കർത്താവിന് അത്ഭുതകരമായി ആ വ്യക്തിയെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവ് പറയുന്ന ആ ഉണങ്ങാത്ത മുറിവുകളിലേക്ക് ഇരച്ചു കയറുന്ന, ഞാൻ പറഞ്ഞ ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിന് മേൽ വ്യാപരിച്ച, കനാന്യ സ്ത്രീയുടെ മകളുടെ മേൽ വ്യാപരിച്ച ആ അത്ഭുതത്തിൻ്റെ, ആ വിടുതലിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ആ വ്യക്തികളിലേക്ക് നിറഞ്ഞു വരികയാണ്. അവരെ സ്പർശിക്കുന്നു, അവർ സൗഖ്യമായിരിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. പ്രത്യേകതരമായിട്ട് കർത്താവിനെ കാണിക്കുന്ന മൂക്കിൽ ദശ വളരുന്ന പോലെ, എന്തോ ബ്രീത്തിങ് പ്രോബ്ലം ഇവിടെ തടഞ്ഞു നിൽക്കുന്ന പോലെ, ആ മൂക്കിന് മാത്രമല്ല തൊണ്ടയിലേക്ക് ആഹാരം ഇറങ്ങാൻ
തടസ്സപ്പെടുന്ന ആ വ്യക്തിയെ കർത്താവ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സൗഖ്യം ദൈവത്തിൻ്റെ ഹിതമാണെന്നും നാം സൗഖ്യത്തിൽ നടക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതേ സൗഖ്യത്തിൻ്റെ ആത്മാവ് ആ ദശ അത് അപ്രത്യക്ഷമാകുന്നു. ആ ഫുഡ് ഇറങ്ങാൻ കഴിയാത്ത ആ അവസ്ഥ പൂർണ്ണമായിട്ട് സൗഖ്യമാകുന്ന വ്യക്തി പൂർണ്ണമായി യേശുവിൻ്റെ നാമത്തിൽ അടിപ്പിണലിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ ആ വ്യക്തി സൗഖ്യമാകുന്നു. ഓ നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ കരം വിഷയങ്ങളുടെ മേൽ ചലിക്കട്ടെ. നന്ദി കർത്താവേ, നീ അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകൾ ഇത് അനുഗ്രഹമാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം വിശ്വസ്തനാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.